CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. പെരുമ്പിലാവിൽ 7 ചാക്കുകളിലായി സൂക്ഷിച്ചിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയ സംഭവത്തിൽ ഒളിവിലായിരുന്ന പ്രതി പിടിയിൽ. അറസ്റ്റിലായത് കരിക്കാട് ചോലയിൽ അരിക്കലാത്ത് ഷമീൽ. പുന്നയൂർക്കുളം പഞ്ചായത്തിലെ തീരദേശ മേഖലയിലെ കടൽഭിത്തി നിർമ്മാണം അശാസ്ത്രീയമെന്ന ആരോപണം. പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. പെരുമ്പിലാവിൽ നിയന്ത്രണമിട്ട കാർ ഡിവൈഡറിലിടിച്ച് അപകടം. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അൽഖയാം പെട്രോൾ പമ്പിന് മുൻപിൽ ശനിയാഴ്ച രാത്രി 9:30യോടെയായിരുന്നു അപകടം നടന്നത്. പാറേമ്പാടം സെന്റ് ആന്റണീസ് പള്ളി പെരുന്നാളിന് കൊടിയേറി. ഞായറാഴ്ച രാവിലെ കുർബാനയ്ക്ക് ശേഷം പള്ളിമുറ്റത്ത് പുതുതായി സ്ഥാപിച്ച കൊടിമരത്തിന്റെ വെഞ്ചിരിപ്പും നടത്തി. ആർത്താറ്റ് കുന്നംകുളം മാർത്തോമ സുറിയാനി ഇടവകയുടെ ആഭിമുഖ്യത്തിൽ VBS റാലി നടത്തി. ഫാദർ കോശി കുര്യൻ നേതൃത്വം നൽകി. കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവക ദേവാലയത്തിൽ ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകളെ തുടർന്ന് അനുസ്മരണം സംഘടിപ്പിച്ചു. നഹിൻജോത് മെമ്മോറിയൽ വിന്നേഴ്സ് ട്രോഫിക്കും KC തോമുണി മെമ്മോറിയൽ ആൻഡ് KT ജോസ് പന്തൽ വർക്കേഴ്സ് റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടിയുള്ള അഖില കേരള ഔട്ട്ഡോർ ഫ്ലഡ് ലൈറ്റ് മിനി കളക്ഷൻ ഫുട്ബോൾ ടൂർണമെന്റിന് ഞായറാഴ്ച വൈകിട്ട് തുടക്കമാകും. ബ്ലഡ് ക്യാൻസർ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന ദിൽജഹാന് നഗരസഭയുടെ കൈത്താങ്ങ്. ചികിത്സയ്ക്കായി ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് 1 ലക്ഷം രൂപ ഗുരുവായൂർ MLA NK അക്ബറിന് കൈമാറി. CPIM കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി മെയ് 4-ന് 5000 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ലഹരിവിരുദ്ധ മനുഷ്യചങ്ങലയുടെ പ്രചരണാർത്ഥം ചേതന ഹെൽത്ത് ക്ലബിന്റെ നേതൃത്വത്തിൽ പെരുമ്പിലാവ് സെന്ററിൽ യോഗ പ്രദർശനം നടത്തി. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ദേഹവിയോഗത്തിൽ YMCAയുടെ നേതൃത്വത്തിൽ ഗുരുവായൂർ പൗരാവലി സ്മരണാഞ്ജലി സംഘടിപ്പിച്ചു. ഗുരുവായൂർ കിഴക്കേ നടയിൽ വെച്ച് സംഘടിപ്പിച്ച സ്മരണാഞ്ജലിയിൽ YMCA പ്രസിഡന്റ് M. ബാബു വർഗീസ് അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് പുന്ന ജ്വാല ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 5ാം വാർഷികത്തോടനുബന്ധിച്ച് അമല ആശുപത്രിയുമായി സഹകരിച്ച് ക്യാൻസർ ബോധവൽക്കരണ ക്ലാസും പരിശോധനാ ക്യാമ്പും സംഘടിപ്പിച്ചു. നായർ സർവീസ് സൊസൈറ്റി പെലക്കാട്ടുപയ്യൂർ കരയോഗ മന്ദിരത്തിന്റെ ഉദ്ഘാടനവും കുടുംബസംഗമവും നടന്നു. സമസ്ത തൃശൂർ ജില്ലയിൽ നടത്തുന്ന വഖഫ് സംരക്ഷണ റാലിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കാട്ടകാമ്പാൽ ചിറയൻകാട് മഹല്ല് കമ്മിറ്റി റാലി നടത്തി. ഗുരുവായൂർ ജനസേവന ഫോറത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഇടം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ കടങ്ങോട് പാറപ്പുറം സ്കൂളിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചാലിശ്ശേരി അങ്ങാടി ടൗൺ മരണാനന്തര സഹായ സമിതിയുടെ സ്വന്തമായ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്തു. കടവല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന സാംസ്കാരിക സംഘടനയായ ഇങ്ക് കൾച്ചറൽ ഫോറം കൊരട്ടിക്കര GUPS സ്കൂളിൽ ഫസ്റ്റ് എയ്ഡ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാ കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU ചാവക്കാട് ഏരിയ സമ്മേളനം സംഘടിപ്പിച്ചു. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ അവധിക്കാല ബൈബിൾ ക്ലാസ് OVBS സമാപിച്ചു. ഒരാഴ്ച നീണ്ടുനിന്ന ക്ലാസ്സിൽ 330-ൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. പെരുമ്പിലാവ് അൻസാർ വിമൻസ് കോളേജിൽ പ്ലേസ്മെന്റ് സെല്ലും IQACയും സംയുക്തമായി മെഗാ തൊഴിൽമേള സംഘടിപ്പിച്ചു. കുന്നംകുളം കൊമേറ്റ് സർക്കിൾ കുട്ടികൾക്കായി നടത്തിയ 5 ദിവസത്തെ വേനൽ അവധി ക്യാമ്പ് വേനൽ തുമ്പികൾ സമാപിച്ചു. 50ഓളം കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തു. അക്കിക്കാവ് പൂങ്കാവനം ലെനോസ് ക്ലബ്ബ് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും രക്തഗ്രൂപ്പ് നിർണയവും രക്തദാന സേനാ രൂപീകരണവും നടത്തി. നേപ്പാളിൽ നടന്ന ഇന്റർനാഷണൽ യോഗ ചാമ്പ്യൻഷിപ്പിൽ ലിറ്റിൽ യോഗ മാസ്റ്റർ ഭരത് കൃഷ്ണ സ്വർണം സ്വന്തമാക്കി. പെരുമ്പെടപ്പ് കോടത്തൂർ ചെറുവള്ളി വീട്ടിൽ അഖിലയുടെയും ചങ്ങരംകുളം കരിമ്പനവളപ്പിൽ രാകേഷ് നായരുടെയും മകനായ ഭരത് കൃഷ്ണ ചങ്ങരംകുളം SM സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, YouTube എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.